പെൻഷൻ വാങ്ങുന്നവർക്കെതിരെ കെ.സി. വേണുഗോപാൽ നടത്തിയ കൈക്കൂലി പരാമർശത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. പ്രസ്താവനയ്ക്കെതിരെ കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച നിലമ്പൂരിൽ പെൻഷൻ ഗുണഭോക്താക്കളുടെ കൂട്ടായ്മ സംഘടിപ്പിക്കും. പാവപ്പെട്ട ജനങ്ങളോടുള്ള കോൺഗ്രസിന്റെ മനോഭാവമാണ് കെ.സി. വേണുഗോപാലിന്റെ പ്രസ്താവനയിലൂടെ പുറത്തുവന്നതെന്ന് സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം കെ ശൈലജ ടീച്ചർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ UDF കൺവെൻഷനിലായിരുന്നു കെ.സി. വേണുഗോപാൽ പെൻഷൻ വാങ്ങുന്നവരെ അധിക്ഷേപിച്ച് സംസാരിച്ചത്. തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൈക്കൂലിയാക്കിയിട്ടാണ് ശ്രീ പിണറായി വിജയന്റെ സർക്കാർ ഇപ്പൊ പെൻഷൻ ഇലക്ഷൻ കാലത്ത് 2 കൊടുക്കും. എവിടെയെങ്കിലും പറയൂ 2 കൊടുക്കും. വേണുഗോപാലിന്റെ കൈക്കൂലി പരാമർശത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. പാവപ്പെട്ട ജനങ്ങളെ അധിക്ഷേപിക്കുന്ന പ്രസ്താവന കെ.സി. വേണുഗോപാലിൽ നിന്നും ഉണ്ടാകാൻ പാടില്ലായിരുന്നുവെന്ന് കെ ശൈലജ ടീച്ചർ പറഞ്ഞു. പാവപ്പെട്ട ജനങ്ങളോടുള്ള കോൺഗ്രസിന്റെ മനോഭാവമാണ് കെ.സി. വേണുഗോപാലിന്റെ കൈക്കൂലി പരാമർശത്തിലൂടെ പുറത്തുവന്നതെന്നും ടീച്ചർ പറഞ്ഞു. ഈ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്ന ക്ഷേമ പദ്ധതികൾ അതെല്ലാം കൈക്കൂലിയാണ് എന്നുള്ള മട്ടിൽ പറയുന്നത് ശരിക്കും അവരെ അവഹേളിക്കുന്നത് പോലെ ആവില്ലേ? കോൺഗ്രസിന്റെ നയം അവരുടെ നേതാക്കളിലൂടെ അറിയാതെ വരികയാണ്. അതൊരിക്കലും ശരിയല്ല. കേരളത്തിലെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെ കോൺഗ്രസ് നേതൃത്വം അപമാനിച്ചതിനെതിരെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മറുപടി നൽകുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി അംഗം MP ജയരാജൻ പറഞ്ഞു. കോൺഗ്രസ് എല്ലാ കാലത്തും ക്ഷേമ പെൻഷൻ നൽകുന്നതിന് എതിരാണ്. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കെ.സി. വേണുഗോപാലിനെ പിന്തുണക്കുന്നതെന്നും MP ജയരാജൻ കൂട്ടിച്ചേർത്തു. കെ.സി. വേണുഗോപാലിനേക്കാൾ വാശിപൂർവമാണ് പ്രതിപക്ഷ നേതാവ് അതിന് കൈക്കൂലിയാണെന്ന് പറഞ്ഞത്. കൈക്കൂലിയാണെന്ന് പറഞ്ഞതെന്ന് മാത്രമല്ല, സതീശന് ഈ പെൻഷൻ തുക വാങ്ങുന്നവരെ കൊടുക്കാതിരിക്കണമെന്ന് എങ്ങനെയാണ് ഞങ്ങൾ പറയുക? പിന്നെ കൈക്കൂലിയാണെങ്കിൽ പിന്നെ കൈക്കൂലി കൊടുക്കേണ്ട എന്ന് പറയണ്ടേ? നിലമ്പൂർ നിയോജക മണ്ഡലത്തിന് മാത്രം 6.45 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷനായി നൽകുന്നതെന്ന് DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് A.A. റഹീം MP പറഞ്ഞു. ഇത് കൈപ്പറ്റുന്ന 1.5 ലക്ഷത്തോളം പേരെയാണ് കെ.സി. വേണുഗോപാൽ അധിക്ഷേപിച്ചതെന്നും റഹീം പറഞ്ഞു. 6.45 കോടി രൂപ ഈ മണ്ഡലത്തിൽ ക്ഷേമ പെൻഷനത്തിൽ വിതരണം ചെയ്തു. 6.45 കോടി രൂപ പ്രതിമാസം വാങ്ങിക്കുന്ന ഏതാണ്ട് 1.5 ലക്ഷത്തോളം വരുന്ന ആളുകളെയാണ് ശ്രീ കെ.സി. വേണുഗോപാൽ കൈക്കൂലി വാങ്ങുന്നവരെന്ന് ആക്ഷേപിച്ചത്. കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച നിലമ്പൂരിൽ പെൻഷൻ ഗുണഭോക്താക്കളുടെ കൂട്ടായ്മ സംഘടിപ്പിക്കും. CPIM പൊളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും. കൈരളി ന്യൂസ്, നിലമ്പൂർ. കൃഷിവകുപ്പ് രാജ്ഭവനിൽ നടത്താനിരുന്ന പരിസ്ഥിതി ദിനാഘോഷ പരിപാടികൾ ഒഴിവാക്കി. RSS പ്രചാരണത്തിന് ഉപയോഗിക്കുന്ന ഭാരതമാതാവിന്റെ ചിത്രത്തിൽ പുഷ്പാർച്ചനയും ദീപം തെളിയിക്കണമെന്നും രാജ്ഭവൻ. ഇത് ഭരണഘടനാ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ പരിപാടി ഒഴിവാക്കിയത്. ഭരണഘടനാ പദവി വഹിക്കുന്ന ഇടം സങ്കുചിത രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് വേദിയാകുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് മന്ത്രി P. പ്രസാദ് പ്രതികരിച്ചു. തുടർന്ന് പരിപാടി സെക്രട്ടേറിയറ്റിൽ നടത്തി. S. ഷീജ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പരിസ്ഥിതി ദിനത്തിനോടനുബന്ധിച്ച് കൃഷിവകുപ്പ് സംഘടിപ്പിച്ച പരിപാടിയാണ് രാജ്ഭവനിൽ തീരുമാനിച്ചിരുന്നത്. ഇന്ന് രാവിലെ 11 മണിക്ക് പരിപാടി നടത്താനായിരുന്നു തീരുമാനം. അതിന്റെ ക്രമീകരണങ്ങൾ, സമയക്രമം ഒക്കെ നേരത്തെ തയ്യാറാക്കിയതുമായിരുന്നു. പക്ഷേ ഇന്ന് നടക്കേണ്ട പരിപാടിക്ക് ഇന്നലെ രാത്രിയോടുകൂടിയാണ് മാറ്റങ്ങളുണ്ട് എന്നുള്ള വിവരം രാജ്ഭവൻ കൃഷിവകുപ്പ് മന്ത്രിയുടെ ഓഫീസിനെ അറിയിക്കുന്നത്. അതിൽ വരുത്തിയ മാറ്റം എന്ന് പറയുന്നത്, നേരത്തെ നിശ്ചയിച്ചതിൽ നിന്നും പരിപാടിയിൽ ആദ്യം ഭാരതമാതാവിനെ പുഷ്പം അർപ്പിക്കണം, അതോടൊപ്പം തന്നെ വിളക്ക് തെളിയിക്കണം എന്നീ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു ആ പുനഃക്രമീകരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അപ്പോൾ തന്നെ അതിലുള്ള വിയോജിപ്പ് സംസ്ഥാന സർക്കാർ രാജ്ഭവനെ അറിയിക്കുകയായിരുന്നു. അതിൽ പ്രധാനമായും പറഞ്ഞത്, സർക്കാർ നിശ്ചയിച്ച പരിപാടിയിൽ ഇത്തരത്തിൽ ഒന്നും തന്നെ ഇല്ല, അതുകൊണ്ട് തന്നെ ആ രീതിയിൽ പരിപാടി നടത്താൻ സാധിക്കില്ല എന്നുള്ള വിവരമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നും കൃഷിവകുപ്പ് മന്ത്രിയുടെ ഓഫീസ് രാജ്ഭവനെ അറിയിച്ചത്. അതിനൊപ്പം തന്നെ ഒരു ചിത്രം കൂടി, ഈ ഭാരതമാതാവിന്റെ ചിത്രം കൂടി രാജ്ഭവൻ കൃഷിവകുപ്പ് മന്ത്രിയുടെ ഓഫീസിന് അയച്ചിരുന്നു. പക്ഷേ അതിൽ ഉണ്ടായിരുന്ന ഭാരതമാതാവിന്റെ കയ്യിലുണ്ടായിരുന്നത് RSS പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കാവി കൊടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഭാരതമാതാവിന്റെ യഥാർത്ഥ ചിത്രമല്ല, ഇവരുടെ RSSന്റെ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ചിത്രമാണ്. അതിൽ ഒരു തരത്തിലും അത്തരത്തിൽ പുഷ്പാർച്ചന നടത്തി ഈ പരിപാടി നടത്താൻ വേണ്ടി സാധിക്കില്ല എന്നുള്ള കാര്യം സംസ്ഥാന സർക്കാർ നിലപാടെടുക്കുകയായിരുന്നു. പക്ഷേ രാജ്ഭവനും അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഈ രീതിയിൽ മാത്രമേ ഇവിടെ പരിപാടി നടത്താൻ സാധിക്കൂ എന്നുള്ള നിലപാടിനെ തുടർന്നാണ് സംസ്ഥാന സർക്കാർ രാജ്ഭവനിൽ നടത്താനിരുന്ന പരിപാടി ഒഴിവാക്കിയത്. ഏതായാലും RSSന്റെ പ്രചരണം അതിനുവേണ്ടി രാജ്ഭവൻ ഉപയോഗിക്കുന്നതിനെതിരെ വ്യാപക പ്രതിഷേധം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നു വരുന്നത്. അതിലുള്ള ശക്തമായ പ്രതിഷേധം തന്നെയാണ് കൃഷിമന്ത്രി P. പ്രസാദും രേഖപ്പെടുത്തിയത്. ആ പ്രോഗ്രാമിൽ ഇന്നലെ വൈകുന്നേരം സന്ധ്യയ്ക്ക് ശേഷം ഉടനെ ഒരു മാറ്റം വരുത്തിയുണ്ടായി. ആ മാറ്റം നമുക്ക് ഗവൺമെൻറ്റിൻ്റെ പരിപാടിക്ക് ഉൾപ്പെടുത്താൻ പറ്റാത്ത തരത്തിലുള്ള ഒരു മാറ്റമാണ് അവിടെ ഉണ്ടായത്. അത്
അംഗീകരിക്കാൻ സർക്കാരിന് പ്രയാസമാണെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ആ പരിപാടി അവിടെ നിന്ന് മാറ്റുകയായിരുന്നു. അത് അവിടെ ഉപയോഗിക്കാൻ വെച്ച ചിത്രം നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഭാരത് മാതാവ് ചിത്രമല്ല. അവിടെ ഞങ്ങൾ ബന്ധപ്പെടുന്ന അവസരത്തിൽ ഗവർണറുടെ ഓഫീസ് തന്നെ അയച്ചു തന്ന ചിത്രം എന്ന് പറയുന്നത് RSS ഉപയോഗിക്കുന്ന ചിത്രമാണ്. RSS ഉപയോഗിക്കുന്ന ചിത്രം എന്നത് ഒരു പ്രത്യേകമായൊരു പ്രസ്ഥാനം ഉപയോഗിക്കുന്ന ചിത്രം ഒരു ഭരണഘടനാപരമായ ഒരു പദവിയുള്ള ഒരിടത്ത് ഒരു സർക്കാരിൻ്റെ പരിപാടിയുടെ ഭാഗമാക്കുക എന്ന് പറയുന്നത് ഭരണഘടനാപരമായി ശരിയായ കാര്യമല്ലേ അല്ല. ഏതായാലും ഇതിൽ മുഖ്യമന്ത്രിയും വിഷയത്തിൽ ഇടപെട്ടു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് സർക്കാർ കൃഷിവകുപ്പ് മന്ത്രി ഈ വിഷയത്തിൽ അവിടുത്തെ പരിപാടി ഒഴിവാക്കുന്നു എന്നുള്ള കാര്യം രാജ്ഭവനെ അറിയിച്ചത്. തുടർന്ന് സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലേക്ക് പരിപാടി മാറ്റുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ രാവിലെ 11 മണിക്ക് തന്നെ കൃത്യം അതേ സമയത്ത് തന്നെ രാജ്ഭവനിൽ നടത്തേണ്ട പരിപാടി സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ നടത്തുകയായിരുന്നു. ദർബാർ ഹാളിൽ പരിപാടിയും അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ മരങ്ങൾ വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കുന്ന ചടങ്ങും നടക്കുകയുണ്ടായി. ഏതായാലും ഈ വിഷയത്തിൽ പ്രധാനമായും കാണേണ്ടത് കഴിഞ്ഞ ദിവസം RSSന്റെ പ്രചാരകന് വേണ്ടി വേദിയൊരുക്കിയ രാജ്ഭവൻ തുടർന്ന് സംസ്ഥാന സർക്കാരിന്റെ പരിപാടിയിലും RSSന്റെ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ള ഒരു ശ്രമം രാജ്ഭവന്റെ ഭാഗത്തു നിന്നും ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ്. പക്ഷേ അതിൽ കൃത്യമായിട്ടുള്ള നിലപാട് സംസ്ഥാന സർക്കാർ എടുത്ത് ആ പരിപാടി ഒഴിവാക്കുന്നതാണ് പിന്നീട് ഉണ്ടായത്.